കേറുന്നേ എല്ലാവർക്കും കയറി ഇരിക്കാൻ പാകത്തിന്. ഒരു പൂള് കൂടി ഇപ്പൊ ഒരു ഇതെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പൂള് വേണമെന്നാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കമ്പത്ത് നമ്മളൊരു അടിപൊളി മുന്തിരിത്തോപ്പുകളൊക്കെ കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ എത്തിയപ്പോൾ ലേറ്റായി. അപ്പോൾ നമ്മളൊരു റിസോർട്ടിൽ സ്റ്റേ ചെയ്തു. അപ്പം രാത്രിയൊക്കെ അതിൻ്റെ ആംബിയൻസൊന്നും കണ്ടില്ല, കാരണം ഭയങ്കര ലേറ്റായിട്ട് നമ്മൾ എത്തിയത്. രാവിലെ ആയിട്ട് നോക്കിയപ്പോഴാണ് കിഡിലെ റിസോർട്ടാണത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജംഗിൾ വാലി ഫാം റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് കുറേ നല്ല അടിപൊളി കാഴ്ചകളുണ്ട്. അതേപോലെ നല്ലൊരു കിടിലം പൂളൊക്കെ കൂടിയ ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള കാഴ്ചകളാണ് മുഴുവൻ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പം തേനി സുർലി വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് രാവിലെ വാട്ടർഫോൾസിലേക്ക് പോകാൻ ജസ്റ്റ് 3 കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ. അതേപോലെ മുന്തിരിത്തോപ്പുകളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഫാമിലീസിനൊക്കെ താമസിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. ജസ്റ്റ് ഒരു 15 ഏക്കറിനോളം പരന്ന് കിടക്കുന്ന ഒരു തെങ്ങിൻ തോപ്പാ. രാവിലെ നമ്മൾ അതിന്റെ കറക്റ്റ് ഒരു ആംബിയൻസ് ലുക്കൊക്കെ മനസ്സിലാവുക. നല്ല രസമുണ്ടായിരുന്നു. രാത്രി എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റ് ആയി എത്തിയ കാരണം എടുക്കാൻ പറ്റിയില്ല. അപ്പം ജസ്റ്റ് ഇപ്പൊ പകല് നമുക്ക് ഇതിന്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം. ഭയം ഇതിന്റെ അകത്ത് കയറാം. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന് സെറ്റ് ചെയ്താണ്. നല്ലൊരു ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സൈഡിനെ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് സ്റ്റൈലായിട്ടാണ്. ഇതാണ് ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ റിസപ്ഷൻ ഏരിയ ആയിട്ട് വരുന്നത്. റിസപ്ഷൻ ഏരിയ ഈ ഒരു സൈഡാണ്. ജസ്റ്റ് നമ്മുടെ കണ്ട മുള കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് ജസ്റ്റ് ഓലക്കൂടിലൊക്കെ ആയിട്ട് നല്ല ക്യൂട്ട്നെസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. അതേപോലെ ഇതിൻ്റെ അകത്ത് കയറാനുള്ളത് ഇതാണ് റിസോർട്ടിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നമ്മുടെ അപ്പോൾ ജസ്റ്റ് ഒരു ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ നല്ല കണ്ട ഓരോരോ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ട് ഇപ്പം നമുക്ക് കിഡ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിനെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസുകളായിട്ട് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ നോക്കിയേ എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. നല്ല രീതിയിൽ കൽപ്പടവുകളൊക്കെ കല്ലൊക്കെ ഇട്ട് വെച്ച് നല്ല സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ കുട്ടികളാരും വന്നിരിക്കാനായിട്ട് ജസ്റ്റ് ഒരു അടിപൊളി ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലീസിനും കുട്ടികൾക്കൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാണ്. അത് നല്ല മനോഹരമുണ്ട്. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോകാം. അവിടെ നമുക്ക് രാവിലെ ഡൈനിങ് ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗാർഡനിൽ തന്നെ കണ്ടില്ലേ നോക്കിയാൽ നല്ല രീതിയിൽ ചെറിയ തെങ്ങുകളാട്ടോ നമ്മുടെ നമുക്ക് കൈ തൊടാൻ പാകത്തിന് വലുപ്പത്തിൽ കരിക്കും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. ഒക്കെ നല്ല ഏകദേശം ഒരു 5 ഹൈറ്റ് 5.5 6 ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ആയിട്ട് ഈ ഒരു തെങ്ങിൻ തോപ്പായാലും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അതും നല്ല ക്യൂട്ടായിട്ട് കണ്ട ജസ്റ്റ് എല്ലാം നല്ലൊരു അടിപൊളി ഒരു ഓലക്കുടിൽ കാര്യങ്ങളായിട്ട് സെറ്റ് ചെയ്താണ്. നല്ല രസമായിട്ടുണ്ട്. അതുപോലെ വുഡനിലാണ് ഇതൊക്കെ ചെയ്താണ്. ചെറിയൊരു വുഡൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വൈകുന്നേരം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും. ഈ ആംബിയൻസിൽ ലൈറ്റിങ്ങിലൊക്കെ നല്ല സ്റ്റൈലായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നല്ല രസമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് നല്ല മനോഹരമായ നിമിഷങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ കാണാനായിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിന് ചുറ്റും മൊത്തം ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നോക്കിയാൽ അടിപൊളി. നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ നമ്മുടെ ഒരു കാളവണ്ടി, കാളയില്ല പക്ഷെ വണ്ടി ഉണ്ട്. നല്ല ഒരു അടിപൊളി സെറ്റപ്പ് ഒക്കെയാ. കുട്ടികൾക്കായാലും എല്ലാവർക്കും നല്ല അടിപൊളിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇരിക്കാനൊക്കെ ആയിരുന്നു. ടയറുമ്മ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആഹാ അടിപൊളിയായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിനുള്ള വെയിൽ വരില്ലെന്ന് തോന്നുന്നു, കാരണം അത്രയധികം തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാണ്. ഫാമിലീസിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അത്രയും നല്ല ഒരു അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ളത്. അപ്പൊ ഇതില് ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കൂട്ടം ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലായിടത്തും മെയിനാണല്ലോ ക്യാമ്പ് ഫയറും കാര്യങ്ങളും വന്ന് ഇത് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ടും കൂടി ഇതിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ വട്ടട്ടിരുന്നിരിക്കാനുള്ള ഒരു നല്ലൊരു
കൽപ്പരണി പോലെ ഉണ്ട്. നല്ല സ്റ്റൈലുണ്ട്, കല്ലിൽ തന്നെ ചെയ്താണ്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ രാത്രി ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രാത്രി നല്ല തണവുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ക്യാമ്പ് ഫയറൊക്കെ കൂടി നല്ല എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാട്ടത്. ഇതേപോലെ വേറൊരു ഹൈലൈറ്റ് കൂടി ഉണ്ട് ഇതില്ല, ഒരു കിടിലും പൂള് കൂടി ഉണ്ട്. ജസ്റ്റ് പോയോ അത് കാണിച്ചു തരാട്ടാ. വാ, ഇതൊക്കെ നടപ്പാതയിലൊക്കെ നോക്കിയാൽ ആ കല്ല് വിരിച്ചിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. അത് കൊച്ചിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി രീതിയിലാണ് ചെയ്താണ്, സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നല്ലൊരു നമ്മുടെ ഈ പൂളിലേക്ക് പോകാനുള്ളൊരു വഴി കണ്ട നല്ല രീതിയിൽ ആ കല്ലൊക്കെ പാകി ഗേറ്റ് മറ്റേ ചെറിയൊരു വേലി കയറ്റി നല്ല സ്റ്റൈലായിട്ട് ചെയ്താണ്. അപ്പം ഈ കാണുന്ന കേട്ടോ നമ്മുടെ പൂള് മെയിൻ ഹൈലൈറ്റ്. എടുത്തോ ഇത് നോക്കിയേ, ജസ്റ്റ് ഇതിന്റെ മുകളിൽ കയറിയിട്ട പൂള് തന്നെ അവർ എന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പൂള്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ജസ്റ്റ് വന്ന് കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാന്നൊക്കെ തോന്നിയത് അതുകൊണ്ടാ. ഓക്കെ, നല്ലൊരു അടിപൊളി വെറൈറ്റി ഒരു പൂള്, ഒരു വലിയൊരു കിണർന്നൊക്കെ പറയാം, അതേപോലെ സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇവിടെയാണെന്ന് വെച്ചാൽ നോക്കി ജസ്റ്റ് നിങ്ങൾക്ക് കുട്ടികൾക്ക് വന്നിരിക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു സെറ്റ് ചെയ്തിട്ട് കേട്ടാ അവര് അപ്പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസമായിട്ടാ, കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റും, ഇതിൽ നിന്നിട്ട് നിൽക്കാം. അതേപോലെ ഇത് കാണുന്നത് നല്ല ആഴുണ്ട്, ഏകദേശം ഒരു 10-15 അടിയോളം താഴ്ച ഉണ്ടെന്നാണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അപ്പുറത്ത് ഇറങ്ങണം, ഒരു നീന്തലിറങ്ങി മാത്രം ഇറങ്ങിയാൽ മതി. അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. തെങ്ങിന്റെ ഇതൊക്കെ വന്നിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ലൊരു റൗണ്ടായിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു പൂള് കൂടി ഇപ്പൊ ഒരു ഇതെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പൂള് വേണമെന്നാണ്. അപ്പൊ നമുക്ക് ഇതിനുള്ളിലൊരു അടിപൊളി പൂളും കൂടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനുള്ളിലത്തെ പുറത്തത്തെ മനോഹരമായ കാഴ്ച. അതുപോലെ ജസ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഇത് കൊടുത്താണ് കേട്ടോ. എല്ലാം നല്ല ക്യൂട്ടായിട്ട് ചെയ്താണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും മുതലാണ്. അതുപോലെ നമ്മുടെ ഒരു ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ നല്ലൊരു അടിപൊളി മലയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്താണ്. നേരത്തെ രാവിലെ തന്നെ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കണ്ട ഇതാട്ടാ നമ്മുടെ പൂള് സെറ്റ് ചെയ്ത് വെച്ചാണ്. അത് വാർത്തെടുത്താന്ന് തോന്നുന്നു, കമ്പ്യൂട്ടർ വാർത്താന്ന് തോന്നുന്നു. നല്ല രീതിയിൽ റൗണ്ടായിട്ട് നല്ല അടിപൊളിയുണ്ട്. പക്ഷെ നല്ല സെറ്റപ്പായി എല്ലാവർക്കും വേണ്ടതാണല്ലോ ഒരു പൂള്. അപ്പൊ അത് ഒരു സെറ്റ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതെല്ലാ ആൾക്കാർ വരുമ്പോൾ ചോദിക്കാൻ മെയിനായിട്ട് പൂളാണ്. പൂൾ കൂടി ഉണ്ടെങ്കിൽ അതൊന്ന് കളറാവും അല്ലേ. അപ്പൊ ഇനി നമുക്ക് അകത്ത് പോയിട്ട് റൂംസിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ, അപ്പൊ ഇവിടെ മെയിനായിട്ട് വരുന്ന 3 റൂംസാ. താഴെ ഒരു റൂമും മുകളിൽ 2 റൂമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം മുകളിലത്തെ റൂം കാണിച്ചു തരാം. പായ അപ്പൊ ഇവിടേക്കുള്ള വഴി നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ബാക്കിലേക്ക് സ്റ്റയർ വെച്ചിട്ടുണ്ട്, അവിടെയാണ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതിന്റെ മുകളിലാട്ടാ ഈ 2 റൂംസ് ഉള്ളത്. നല്ല രസമുണ്ട്. ആഹാ, കയറി വരുമ്പോ മുകളിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ, നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് നൈറ്റ് ആയാലും ജസ്റ്റ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാം. അതേപോലെ ഇരുന്ന് കുറച്ച് എന്താ പറയുക കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാം. അതുപോലെ ജസ്റ്റ് ഇവിടെ എടുക്കാനുള്ളൊരു സെറ്റപ്പ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. നെറ്റ് പോലെ കയറിലിട്ട് കെട്ടി ചെയ്താണ് കേട്ടാ, വെറൈറ്റി ആയിട്ടുണ്ട്. നല്ലൊരു ഇവിടെ നല്ലൊരു വ്യൂസും കൂടി ഉണ്ട് കേട്ടാ, മലയുടെ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. അകത്ത് കയറാം, ജസ്റ്റ് റൂംസ് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ മുകളിലത്തെ ആദ്യത്തെ റൂം. അതിൻ്റെ അകത്ത് കയറി കാണിച്ചു തരാം. ആഹാ, നല്ല വുഡൻ കോട്ടേജ് ആട്ട സെറ്റ് ചെയ്താണ്. നല്ല രീതിയിൽ 2 ആൾക്ക് കിടക്കാൻ വേണ്ടി ഒരു നല്ല രീതിയിൽ ബെഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു TV വോൾ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. AC ഉണ്ട്, ജസ്റ്റ് ഒരു ഫാനും ഉണ്ട്, ചെറിയൊരു സ്റ്റൂള് അവിടെ തന്നെ ചെറിയൊരു സ്റ്റൂളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ നല്ല രസമായിട്ടാ അഡീഷണൽ ബെഡ് കാര്യങ്ങളും അതേപോലെ ബ്ലാങ്കറ്റ് സെപ്പറേറ്റ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ആഹാ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇതെല്ലാവർക്കും അറിയണത് നമ്മുടെ ബാത്റൂം തന്നെയാണ്. അതുപോലെ ഹീറ്റർ ഉണ്ട്, അത് ഏറ്റവും ഫസ്റ്റ് നല്ലൊരു കാര്യമാട്ടാ. ഇതിന് അത്യാവശ്യം തണുത്ത് ചൂടെല്ലാം വേണ്ട ആൾക്കാർക്ക് ഒരു ഹീറ്റർ കൂടെ കിട്ടുമ്പോൾ നല്ലതാണ്. ഈ റൂം ആണ് ഈ ഒരു റൂമിന്റെ മൊത്തത്തിലെ ആംബിയൻസ് നല്ല വുഡിലെ സെറ്റ് ചെയ്താണ്. നല്ല രസമായിട്ടുണ്ട്. മുള്ളൊക്കെ ഉണ്ടാവും, ലൈറ്റ് ആംബിയൻസ് ഒക്കെ നൈറ്റ് ഒന്നുകൂടി നല്ല രസമായിരിക്കും കാണാൻ. ഈ നെക്സ്റ്റ് റൂം കാണിച്ചു തരാം. അതേപോലെ തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നെക്സ്റ്റ്. ഇത് 2ാമത്തെ റൂമാണ്. ഓൾമോസ്റ്റ് അതേപോലെ തന്നെ കണ്ടാ, ഇതാണ് അതിൻ്റെ സെക്കൻഡ് റൂം വരുന്നത് മുകളിൽ തന്നെ. രണ്ടും അപ്രോക്സിമേറ്റ് സെയിം തന്നെയാട്ടാ.
ഓൾറെഡി സെയിം തന്നെയാണ്. ആ ഒരു ടി വി സെറ്റപ്പ് അതുപോലെ ഒരു ഫാന് കൊടുത്തിട്ടുണ്ട്. AC ഉണ്ട് ഇതിന് സെയിം തന്നെ. അതിനൊരു വിൻഡോ ഉണ്ട് കേട്ടോ. നമ്മുടെ പൂളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ പൂളിലേക്ക് നോക്കാൻ പറ്റും കേട്ടോ. നോക്കിയേ, ഇവിടെ നമുക്ക് ശരിക്കും നമ്മുടെ വിൻഡോ നിന്ന് ഡയറക്റ്റ് നമ്മുടെ പൂള് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. അപ്പം അതേപോലെ തന്നെ ഒരു മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, ബ്ലാങ്കറ്റും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാത്റൂം കൂടി നോക്കാം. ബാത്റൂം ഒക്കെ നീറ്റായിട്ടാ, നമ്മളെടുത്ത് പറയണം. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടാ. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല മൊത്തത്തിൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളും നല്ല സെറ്റപ്പായിട്ട് കാണാനായിട്ട്. ഫുള്ള് തെങ്ങിൻ തോപ്പാട്ടാ, തെങ്ങിൻ തോപ്പും കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഓൾമോസ്റ്റ് നല്ലൊരു വൈബായിരിക്കും ഈ റിസോർട്ട്. അപ്പം ഇനി നമുക്ക് താഴെ ഒരു റൂം കൂടി ഉണ്ട്, അതുകൂടി പോയി കാണിച്ചു തരാം. മുകളിൽ എന്താ എന്നാ ഇതിന്റെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെയും അതേപോലെ നല്ല രീതിയിലൊരു വ്യൂവും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാ. അടിപൊളി. ഇതൊക്കെ ഇത് നല്ലൊരു മുതലാട്ട സത്യത്തില്. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ടേബിളും കാര്യങ്ങളും. ഓക്കെ, ഇത് വീഴാമോ നല്ല രീതിയിൽ കെട്ടിട്ടത്. റിസ്ക് എടുത്ത് കയറിണ്, എല്ലാവർക്കും കയറി ഇരിക്കാൻ പാകത്തിന് സ്റ്റൈലായിട്ട്. അതേപോലെ നോക്കി ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ, നല്ല സ്റ്റൈലായിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ബാക്കിൽ നല്ലൊരു മലയാട്ടാ. പക്ഷെ ഇത് നല്ല രസമായിട്ടാ, നല്ലൊരു വൈബായി. വൈകുന്നേരങ്ങളിൽ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഒന്നുകൂടി ലെവലാവും. നമ്മളിപ്പോൾ പകലെടുത്ത, നമ്മൾ ഇന്നലെ രാത്രി ശരിക്കും എടുക്കേണ്ടതായിരുന്നു. ലൈറ്റായ കാരണം മാത്രം മിസ്സായതാ. പക്ഷെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും വൈബായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴെ പോയിട്ട് താഴെ ഒരു റൂം കൂടി ഉണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ താഴത്തെ റൂം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് അതിനെ അപേക്ഷിച്ച് അത്ര വലുപ്പമില്ല റൂം, പക്ഷെ എന്നാലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സൈഡിൽ ഇതിൽ TV ഇല്ല, അതുപോലെ AC ഇല്ല ഈ റൂമിൽ. ചെറിയൊരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെ ഫുഡിലായിട്ടാണ് ചെയ്തേക്കണേ. നല്ല സ്റ്റൈലായിട്ട് ഒരു മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. ബാത്റൂമും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിലും ഹീറ്റർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതന്നെയാണ് ഏറ്റവും വലിയ അത്യാവശ്യം. അതേപോലെ നമുക്ക് ഒരു ബ്രഷും പേസ്റ്റും നമുക്ക് കിട്ടിയായിരുന്നു. മറ്റു 2 റൂമുകളെ അപേക്ഷിച്ചിട്ട് ഇത് ഇത്തിരി ചെറിയ റൂമാണ്. AC ഇല്ല, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇപ്പം 2 പേർക്കൊക്കെ മതിങ്ങ് ഈ റൂം ചൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ഏട്ടൻ അവിടെ ഉണ്ട് കേട്ടാ, നമ്മുടെ സെക്രട്ടറി ഏട്ടൻ ഉണ്ട്. ഏട്ടാ ഇതാണ് നമ്മൾ രാത്രി വന്നപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത പേരെന്നാ? കൂളാൻ. കൂളാൻ കൂളെന്നാണ് ഏട്ടൻ്റെ പേര്. ഏടാ ഇത് കാളവണ്ടി ஓட்ட முடியுமா? ஓட்டுவேன். இங்கோட்டுமா காலை கிடைக்குமா? இங்க வந்து காலை வண்டி ஓட்ட முடியும்? காலையில வராது. காலை வரதா? മുൻകൂർ சொல்லணும். ஆமா, മുൻകൂടി சொல்லணும். മുൻകൂടി சொல்லணும். അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഈ കാളവണ്ടിയിൽ കാളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഈ സുരുളി വാട്ടർഫോൾസും അതേപോലെ തൊട്ടടുത്തുള്ള മുന്തിരിത്തോപ്പൊക്കെ എല്ലാം പാക്കണം. അപ്പൊ ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി, നമ്മൾ പോകാറായി. അപ്പൊ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അതൊക്കെ വിളിച്ച് പറയാം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഒരു വീഡിയോ ചെയ്തത്. ഇത് പല ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. കമ്പത്തിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, വന്നൊന്ന് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഹാപ്പി ആയിട്ട് പോവുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ.